Hello all. So in the class നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 4 ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, കരിയർ ആൻഡ് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. സോ ആ ചാപ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് നമുക്ക് നോക്കാം. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു യൂണിറ്റിൽ പറയുന്നത്. സോ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് to understand the role of education, work and peer group in youth identity. യൂത്ത് ഐഡന്റിറ്റിയിൽ എന്തെല്ലാം റോള്, വർക്ക് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ആയിക്കോട്ടെ, പിയർ ഗ്രൂപ്പ്സ്, കൂട്ടുകെട്ടായിക്കോട്ടെ, ഇവയ്ക്കെല്ലാം എന്തെല്ലാം റോൾസ് ഉണ്ട്, അവരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ യൂണിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. To explain career decision making and work identity. കരിയർ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ വർക്ക് ഐഡന്റിറ്റിയെ കുറിച്ചിട്ടും നമ്മുടെ വ്യക്തിഗതയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ യൂണിറ്റിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ടു അനലൈസ് പിയർ ഗ്രൂപ്പ് ആസ് ആൻ ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ. പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു സോഷ്യലൈസേഷന്റെ ഏജന്റ് ആണെന്നുള്ള തരത്തിൽ നമുക്കിത് പറഞ്ഞു നൽകുന്നുണ്ട്. To understand transition from youth to adulthood. യൂത്തിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്കുള്ള ആ ട്രാൻസിഷൻ പീരീഡ്, ആ ഒരു മാറ്റത്തെയും നമുക്ക് ഈ ഒരു യൂണിറ്റിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. സോ ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു യൂണിറ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ, വർക്ക് ആൻഡ് പിയർ ഗ്രൂപ്പ്സ് ഇൻ യൂത്ത് ഐഡന്റിറ്റി. യൂത്ത് ഐഡന്റിറ്റിയിൽ എഡ്യൂക്കേഷന്റെ റോളും വർക്കിന്റെ റോളും പിയർ ഗ്രൂപ്പ്സ്, കൂട്ടുകെട്ടിന്റെ റോളൊക്കെ എന്തെല്ലാമാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ടു എക്സ്പ്ലെയിൻ കരിയർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് വർക്ക് ഐഡന്റിറ്റി. വർക്ക് ഐഡന്റിറ്റിയെ കുറിച്ചിട്ടും കരിയർ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല തോതൊരു ധാരണ നൽകുന്നുണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് ട്രാൻസിഷൻ ഫ്രം യൂത്ത് ടു അഡൾട്ട്ഹുഡ്. യൂത്തിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു മാറ്റത്തെ നമുക്ക് ഒരു യൂണിറ്റിൽ നല്ലതുപോലെ പറഞ്ഞു നൽകുന്നുണ്ട്. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് പറയുന്നത്? എഡ്യൂക്കേഷൻ ആൻഡ് പിയർ ഗ്രൂപ്പ്സ് ആർ മേജർ സോഷ്യലൈസേഷൻ കോണ്ടെക്സ്റ്റ്. എഡ്യൂക്കേഷനും പിയർ ഗ്രൂപ്പ്സും ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സോഷ്യലൈസേഷൻ കോണ്ടെക്സ്റ്റ് ആണെന്നാണ് പറയുന്നത്. എന്താണ്? സാമൂഹ്യവൽക്കരണത്തിലെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഘടകമാണ് എന്തെല്ലാം എഡ്യൂക്കേഷനും വിദ്യാഭ്യാസവും പിയർ ഗ്രൂപ്പ്സ്, കൂട്ടുകെട്ടുമെന്ന് പറയുന്നുണ്ട്. ദേ ഷേപ്പ് സ്കിൽസ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, ആസ്പിറേഷൻസ് ആൻഡ് ഐഡന്റിറ്റി. അല്ലെ, അവർ എന്തെല്ലാം കാര്യങ്ങൾ ഷേപ്പ് ചെയ്യുന്നുണ്ട്? സ്കിൽസ്, ഒരാളുടെ കഴിവുകള്; വാല്യൂസ്, ഒരാളുടെ മൂല്യങ്ങള്; ആറ്റിറ്റ്യൂഡ്സ്, അവരുടെ വ്യക്തിഗതമായിട്ടുള്ള വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവ രൂപീകരണത്തൊക്കെ; ആൻഡ് ആസ്പിറേഷൻസ് ആൻഡ് ഐഡന്റിറ്റി. അല്ലെ, അവരുടെ ആ ഒരു കഴിവുകളെല്ലാം അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസത്തെയെല്ലാം നല്ല തോതിൽ എഡ്യൂക്കേഷനും അവരുടെ ഫ്രണ്ട്ഷിപ്പും ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ പ്രിപ്പയേഴ്സ് യൂത്ത് ഫോർ അഡൾട്ട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അല്ലെ, എഡ്യൂക്കേഷനിലൂടെ വിദ്യാഭ്യാസം ആളുകളെ ആ യൂത്തിലുള്ള ആ ഒരു യുവജനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട് നല്ലൊരു റോളിലേക്ക് എത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഭാവിയിലേക്കുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു അഡൾട്ടായിട്ട് പെരുമാറുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന രീതിക്ക് അത്തരം ഒരു വ്യക്തിഗതമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ ഒരു വ്യക്തിയെ നല്ല രീതിക്ക് സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ? എഡ്യൂക്കേഷൻ ആൻഡ് യൂത്ത് ഐഡന്റിറ്റി. അല്ലെ, എന്താണ് എഡ്യൂക്കേഷൻ, എന്താണ് യൂത്ത് ഐഡന്റിറ്റി? എഡ്യൂക്കേഷൻ ട്രാൻസ്മിറ്റ്സ് നോളജ്, സ്കിൽസ്, വാല്യൂസ് ആൻഡ് കൾച്ചർ. എഡ്യൂക്കേഷൻ എന്തെല്ലാം കാര്യങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്? നോളജ്, അറിവുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്; സ്കിൽസ്, കഴിവുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്; വാല്യൂസ്, അതിൻ്റെ എന്താ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു മൂല്യങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്; ആൻഡ് കൾച്ചർ, നമ്മുടെ സ്വഭാവത്തെ, സംസ്കാരത്തെയും എന്ത് ചെയ്യുന്നുണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, വെച്ചാൽ കൈമാറുന്ന ഘടകങ്ങളാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളുണ്ട്? നോളജും സ്കിൽസും വാല്യൂസും കൾച്ചറും ഇതെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് യൂത്ത് ഡെവലപ്പ് കോമ്പീറ്റൻസ്, കോൺഫിഡൻസ് ആൻഡ് സെൽഫ് ഐഡന്റിറ്റി. അല്ലെ, യൂത്തിന്റെ ഇടയിൽ പലതരത്തിലുള്ള കോമ്പറ്റൻസ്, ഒരു മത്സരബുദ്ധി ഉണ്ടാക്കാനും, കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം കൊടുക്കാനും, സെൽഫ് ഐഡന്റിറ്റി മനസ്സിലാക്കാനും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ സഹായിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു എറിക്സൺ, എഡ്യൂക്കേഷൻ സപ്പോർട്ട്സ് ഐഡന്റിറ്റി ഫോർമേഷൻ ഡ്യൂറിങ് അഡോളസൻസ്. ഓക്കെ, എറിക്സന്റെ വ്യൂല് എറിക്സൺ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ എന്തെല്ലാം കാര്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഐഡന്റിറ്റി ഫോർമേഷൻ ഡ്യൂറിങ് അഡോളസൻസ്
പീരീഡില് ഐഡന്റിറ്റി ഫോർമേഷന് എന്ത് സഹായിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്? എഡ്യൂക്കേഷൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് എറിക്സന്റെ വ്യൂല് എറിക്സൺ പറയുന്ന ഒരു കാര്യം. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ ട്രഡീഷനില് that means ഗുരുകുല ആശ്രമ സിസ്റ്റംസ് ലിങ്ക്സ് എഡ്യൂക്കേഷൻ വിത്ത് മോറൽ ഡെവലപ്മെന്റ്. പണ്ടത്തെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗുരുകുല സമ്പ്രദായമായിരുന്നു അല്ലേ? അപ്പൊ ആ ഒരു ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആശ്രമ സിസ്റ്റം ആയിക്കോട്ടെ, അതെല്ലാം ഒരുപാട് തരത്തിലുള്ള മോറൽ വാല്യൂസ്, നല്ല നല്ല കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയാലും അല്ലെങ്കിൽ കൂട്ടുകെട്ടായാലും ആളുകൾ മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ ഒരുപാട് മോറൽ വാല്യൂസും എഡ്യൂക്കേഷനിലൂടെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം കഴിവുകളും ഓരോ വ്യക്തികൾക്ക് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. സോ എഡ്യൂക്കേഷൻ ട്രാൻസ്മിറ്റ്സ് നോളജ്, സ്കിൽസ്, വാല്യൂസ് ആൻഡ് കൾച്ചർ, helps youth develop competence, confidence and self identity. According to Erikson's view, education supports identity formation during adolescence. Identity formation in the adolescent period support ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഇന്ത്യൻ ട്രഡീഷൻ ആയുള്ള ഗുരുകുല ആശ്രമ സിസ്റ്റത്തിലൊക്കെ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മോറൽ ഡെവലപ്മെന്റിനെയും സഹായിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഇനി മാക്രോ ഇൻഫ്ലുവൻസസ് ഓൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള മാക്രോ ഇൻഫ്ലുവൻസുകളാണ് മൂന്നെണ്ണുള്ളത്. ABC എന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണുണ്ട്. പൊളിറ്റിക്കൽ ഐഡിയോളജി, എക്കണോമിക് ഫോഴ്സസ് ആൻഡ് ഡൈവേഴ്സിറ്റി. ഇവിടെ ഒന്ന് നമ്മൾ എഴുതിയിട്ടുള്ളൂ, ബാക്കി ഇനി എഴുതരാം. സോ എന്താണ് പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഐഡിയോളജി ഷേപ്സ് എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് കരിക്കുലം അല്ലെ? ഗവൺമെന്റ് ഐഡിയോളജി, ആ ഒരു രാഷ്ട്രീയ ആശയങ്ങള് അല്ലെങ്കിൽ ആശയധാരകര് വിദ്യാഭ്യാസ നയങ്ങളെ സ്വാധീനിക്കുന്ന ആ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്താ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത്. സോ ഗവൺമെന്റ് വന്നിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ സംഭവങ്ങളും എന്താ ആ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ തമ്മിലുള്ള ഒരു ഇത്. കാരണം ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയില് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഉണ്ട് അല്ലെ? ഇന്ത്യയിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ട് അല്ലെ? വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടണം എന്നുള്ള നിയമം ഇറക്കിയിട്ടുണ്ട്. അത് രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ മൂലമാണ്. സോ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജി, രാഷ്ട്രീയപരമായിട്ടുണ്ടാകുന്ന കുറെ നന്മകൾ വിദ്യാഭ്യാസത്തിൽ എന്നുള്ളത് ആണ് പൊളിറ്റിക്കൽ ഐഡിയോളജി. സോ മാക്രോ ഇൻഫ്ലുവൻസസ് ഓൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ മൂന്നെണ്ണാണെന്നുള്ള പറഞ്ഞു. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വൺ പറഞ്ഞു പൊളിറ്റിക്കൽ ഐഡിയോളജി. സെക്കൻഡ് വൺ എക്കണോമിക് ഫോഴ്സസ് ആണ്. എന്താ? ബഡ്ജറ്റ് അലോക്കേഷൻ എഫക്ട്സ് ക്വാളിറ്റി ആൻഡ് ആക്സസ്. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി, നല്ല പെട്ടെന്ന് കിട്ടുന്ന അത്തരം എഡ്യൂക്കേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു പ്രൈവറ്റ് സ്കൂൾ കൊണ്ട് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആ കുട്ടികൾ ഉണ്ടാവും. എപ്പോഴും പറയാറുണ്ട് ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി എന്ന് പറയാറുണ്ട് അല്ലേ? സോ നമ്മുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിലും നല്ല ക്വാളിറ്റി ആയ സംഭവങ്ങൾ വാങ്ങാം, എന്ത് ഒരു കാര്യം അങ്ങനത്തെ. സോ എഡ്യൂക്കേഷൻ ആണെങ്കിലും അത് ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല പെട്ടെന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം നമുക്ക് ലഭ്യമാകും എന്നാണ് പറയുന്നത്. ആൻഡ് പ്രൈവറ്റൈസേഷൻ ഇൻക്രീസ് ഇനിക്വാളിറ്റി. ഇതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണങ്ങൾ ഒരുപാട് തരത്തിലുള്ള ഇനിക്വാലിറ്റീസിന് കാരണമാകുന്നു എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡൈവേഴ്സിറ്റി. എന്താ? വൈവിധ്യങ്ങളാണ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡ്സ് ഡൈവേഴ്സ് കൾച്ചേഴ്സ്, ലാംഗ്വേജസ്, ജെൻഡേഴ്സ് അല്ലെ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എഡ്യൂക്കേഷൻ സെന്റേഴ്സിൽ പലതരത്തിലുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പലതരത്തിലുള്ള സബ്ജക്റ്റുകളായിക്കോട്ടെ, ലാംഗ്വേജുകളായിക്കോട്ടെ, കൾച്ചേഴ്സ് ആയിക്കോട്ടെ, ജെൻഡേഴ്സ് ആയിക്കോട്ടെ. സോ ഒരുപാട് ഒരു കൂട്ടം പലതരത്തിലുള്ള ആളുകളുടെ പലതരത്തിലുള്ള സ്വഭാവമുള്ളവർ, പലതരത്തിലുള്ള സാധനങ്ങളുടെ, പല എഡ്യൂക്കേഷൻസുള്ള, പല വിദ്യാഭ്യാസത്തിലാണ് പലതരത്തിലുള്ളൊരു സംഭവത്തിന്റെ കൂട്ടായ്മയാണ് വൈവിധ്യങ്ങളുടെ, ഡൈവേഴ്സിറ്റിയുടെ ഒരു കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. പ്രൊമോട്ട്സ് ഇൻക്ലൂസീവ്നെസ് ആൻഡ് മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇൻക്ലൂസീവ്നെസ്സിനെയും എന്താ പറയാ, ഇൻക്ലൂസീവ്നെസ് എന്ന് പറഞ്ഞാല് സമവായവും എന്നൊക്കെ പറയുന്നത് വെച്ചാൽ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു. ആൻഡ് മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസിനെ, പലതരത്തിലുള്ള ഐഡന്റിറ്റീസിനെ, തിരിച്ചറിവുകളെ ഏതൊക്കെ ആളുകൾ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി, പലതരത്തിലുള്ള സംഭവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്തിൽ നിന്നും കിട്ടുമെന്നാണ് പറയുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് എന്താ? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ്
കോണ്ടെക്സ്റ്റ് ഓഫ് ഐഡന്റിറ്റി ഡെവലപ്മെന്റ്. ഐഡന്റിറ്റി ഡെവലപ്മെന്റിന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, അതിന്റെ പെരുമാറ്റം എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നോക്കാം. So, educational institutions as context of identity development ആണ് പറയുന്നത്. Curriculum and evaluation shape identity. കരിക്കുലവും അതുപോലെ തന്നെ ഇവാലുവേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡന്റിറ്റിയെ ഷേപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ ഇപ്പൊ നമ്മളെ വിദ്യാഭ്യാസത്തിൽ നമുക്ക് പഠിക്കാനുള്ള സംഭവങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എന്താ വാല്യൂഷൻ ചെയ്യുന്ന രീതിയിൽ അതെന്തോ ആയിക്കോട്ടെ, അതെല്ലാം ഒരാളെ ഐഡന്റിറ്റി, ആളുടെ സ്വഭാവം എങ്ങനെയാവണം, അയാൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ മാറ്റുന്നതിൽ ഈ ഒരു കരിക്കുലത്തിനായാലും ഇവല്യൂഷനായാലും വാല്യുവേഷൻ ആയാലും നല്ല എന്തുണ്ട്, റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്ത് ഫോം ചെയ്യാൻ, ഐഡന്റിറ്റി ഫോം ചെയ്യുന്നതിൽ. സ്കൂൾസ് പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി ആൻഡ് സോഷ്യൽ സ്കിൽസ്. അതുപോലെ തന്നെ പല സ്കൂളുകളിൽ നിന്നും എന്തെല്ലാം കാര്യം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി പലതരത്തിലുള്ള ക്രിയേറ്റിവിറ്റികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് സോഷ്യൽ സ്കിൽസിൽ പലതരത്തിലുള്ള സ്കില്ലുകൾ കഴിവുകളെയും സ്കൂളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ടീച്ചർ സപ്പോർട്ട് എൻഹാൻസസ് സെൽഫ് എസ്റ്റീം ആൻഡ് കോമ്പീറ്റൻസ്. അല്ലെ, അധ്യാപകര് കുട്ടികളിൽ നല്ല തരത്തിലുള്ള മത്സരബുദ്ധി ഉണ്ടാവാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം നൽകുന്നതിനായാലും അധ്യാപകർ നല്ല രീതിക്ക് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റവുമാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെ, അധ്യാപകരുടെ പിന്തുണ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല തോതിൽ ഉണ്ട്. സോ എങ്ങനെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയൊക്കെയാണ് ഐഡന്റിറ്റി ഫോർമേഷൻ, എന്താ ഒരു വിദ്യാഭ്യാസം, ഐഡന്റിറ്റി ഫോർമേഷനും സ്കൂളുകൾ തമ്മിലുള്ള റിലേഷൻ എന്താ, ഒന്ന് കരിക്കുലം ആൻഡ് ഇവാലുവേഷൻ ഷേപ്പ് ഐഡന്റിറ്റി. ഇവാലുവേഷനും കരിക്കുലവും ഐഡന്റിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഷേപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സ്കൂൾസ് പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി ആൻഡ് സോഷ്യൽ സ്കിൽസ്. സ്കൂളുകളൊക്കെ ഒരു കുട്ടിയിലെ ക്രിട്ടിക്കൽ തിങ്കിങ് വർദ്ധിപ്പിക്കാനും ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും പുതിയ പുതിയ സോഷ്യൽ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ടീച്ചർ സപ്പോർട്ട് എൻഹാൻസസ് സെൽഫ് എസ്റ്റീം ആൻഡ് കോമ്പീറ്റൻസ്. അല്ലെ, ടീച്ചർ പലതരത്തിലെ കുട്ടികളിൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇടപഴകുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വരുന്നത് എന്താ, വർക്ക് ആൻഡ് കരിയർ. അല്ലെ, ജോലിയും കരിയറും. എന്താ, വർക്ക് പ്രൊവൈഡ്സ് ഇൻകം, സ്റ്റാറ്റസ്, ഐഡന്റിറ്റി ആൻഡ് സെൽഫ് വർത്ത്. അല്ലെ, നമുക്ക് ജോലിയിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, ഇൻകം കിട്ടുന്നുണ്ട്, സ്റ്റാറ്റസ് നാലാളുടെ മുമ്പിൽ നല്ലൊരു പേരും പ്രശസ്തിയും കിട്ടുന്നുണ്ട്, ഐഡന്റിറ്റി നമുക്ക് നല്ലൊരു വ്യക്തിത്വം കിട്ടുന്നുണ്ട്, ആൻഡ് സെൽഫ് വർത്ത്. അല്ലെ, നമുക്ക് നമ്മളെല്ലാം തികഞ്ഞൊരു ആത്മബോധമുള്ള മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാൻ കാരണമാകുന്നുണ്ട്. അല്ലെ, ജോലിയിലൂടെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കരിയർ റിഫ്ലെക്ട്സ് ലോങ് ടേം ഒക്യുപ്പേഷൻ ഡെവലപ്മെന്റ്. എന്നാൽ കരിയർ ആയിക്കോട്ടെ, ഓക്കെ, ജോലി എന്ന് പറഞ്ഞപ്പോൾ എന്ത് ജോലി നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെ, എന്ത് ജോലി, ഇൻകം കിട്ടുന്ന ജോലികൾ, എല്ലാ ജോലിക്കും ഇൻകം കിട്ടും, എല്ലാ ജോലിക്കും സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ജോലി ചെയ്യുന്ന ഏത് വ്യക്തിക്കും നിലയും വിലയൊക്കെ ഉണ്ടാവും, പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിലയും വില എവിടെ വെച്ചാൽ ഉണ്ടാവും. പക്ഷെ കരിയർ ആണെങ്കിൽ നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള ജോലി ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു കരിയർ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താ, ലോങ് ടേം ഒക്യുപ്പേഷൻ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നത്. ഇപ്പൊ കുറച്ച് കാലത്തേക്കുള്ള ജോലിയല്ല, കലാകാലത്തേക്കുള്ള ഒരു ജോലി നമുക്ക് ഒരു കരിയറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലഭിക്കും. ഓക്കെ, വർക്ക് ഐഡന്റിറ്റി ലിങ്ക്സ് പേഴ്സണൽ ഗോൾസ് വിത്ത് സോഷ്യൽ റോൾസ്. അല്ലെ, ഈ ജോലി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വ്യക്തിത്വവും അതുപോലെ തന്നെ സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധവും നമ്മൾ എന്ത് ചെയ്യുന്നത്, വ്യക്തമാക്കി തരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ജോലിയിലൂടെ ഓരോ ആളുകൾ തിരിച്ചറിയാനും നമ്മുടെ ഐഡന്റിറ്റി തിരിച്ചറിയാനും സൊസൈറ്റിയിലുള്ള മറ്റാളുകൾ മനസ്സിലാക്കാനും എല്ലാം നമുക്ക് വർക്കിലൂടെ കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് ആളുകൾ ഒരു പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ ഒരുമിച്ച് ഒരു സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്, അല്ലെ, ആക്ച്വലി ജോലി ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്. സോ അതെന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരുപാട് ഐഡന്റിറ്റീസിനെ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനും ഒക്കെ സഹായിക്കുന്നു എന്നും പറയുന്നുണ്ട്. ദാറ്റ് ഈസ് വർക്ക് ആൻഡ് കരിയർ. വർക്ക് പ്രൊവൈഡ്സ് ഇൻകം, സ്റ്റാറ്റസ്, ഐഡന്റിറ്റി ആൻഡ് സെൽഫ് വർക്ക്. കരിയർ റിഫ്ലെക്ട്സ് ലോങ് ടേം ഒക്യുപ്പേഷണൽ ഡെവലപ്മെന്റ്. വർക്ക് ഐഡന്റിറ്റി ലിങ്ക്സ് പേഴ്സണൽ ഗോൾസ് വിത്ത് സോഷ്യൽ റോൾസ്. നെക്സ്റ്റ് എന്താ, കരിയർ ചോയ്സ് ആൻഡ് ഓറിയന്റേഷൻ. അല്ലെ, കരിയർ ചോയ്സും ഓറിയന്റേഷൻസും എന്താണ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കരിയർ ചോയ്സ്. കരിയർ ചോയ്സിനെ കരിയർ ചോയ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്, ജെൻഡർ, ഗ്രേഡ്സ്, പാരന്റൽ എക്സ്പെക്ടേഷൻസ്. അല്ലെ, ഒന്ന് ജെൻഡർ, നമ്മുടെ ജെൻഡർ ഏതാ,
ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ, പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി. സോ ജെൻഡർ അവിടെ എന്തുണ്ട്, ഒരു ചർച്ചാ വിഷയമാണ്. നെക്സ്റ്റ് ഗ്രേഡ്സ്, അല്ലെ നമുക്ക് ക്ലാസ്സിലേക്ക് മാർക്ക്, നല്ല മാർക്കുള്ളവർക്ക് നല്ല ജോലി, മാർക്ക് കുറഞ്ഞവർക്ക് കുറഞ്ഞ ജോലി, അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ആൻഡ് പാരന്റൽ എക്സ്പെക്ടേഷൻസ്, അല്ലെ പാരന്റ്സിന്റെ കുട്ടികളെ കുറിച്ച് നല്ല എക്സ്പെക്ടേഷൻസ് ആണെങ്കിൽ കുടുങ്ങി. കരിയർ ഒരു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, കരിയർ ആയിട്ട് അത്തരം കാര്യം ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് റെഡി അല്ലെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കരിയർ ചോയ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പിയർ പ്രഷർ, കൂട്ടുകാരുടെ സമ്മർദ്ദം. അല്ലാതെ അത് എടുക്കണം, നമുക്കത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടുകാരുടെ സമ്മർദ്ദം ഒരു പ്രശ്നമാണ്. ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം പഠിച്ച് നമ്മൾ റെഡിയായി വന്നാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്, സാധ്യതകൾ കിട്ടണം എന്തായിരിക്കും, കുറവായിരിക്കും. സോ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെയിൻ ഫാക്ടറാണ്. സോ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കരിയർ ചോയ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ ചോദിച്ചത്, വി ക്യാൻ സേ ദാറ്റ് gender, grades, parental expectations, peer pressure, availability of opportunities. Meaning Holland's theory of vocational choice, അല്ലേ? ഹോളണ്ട് തിയറി ഓഫ് വൊക്കേഷണൽ ചോയ്സ് എന്താ അദ്ദേഹം പറയുന്നത്, 6 പേഴ്സണാലിറ്റി ടൈപ്സ് പറയുന്നുണ്ട്. ഹോളണ്ടിന്റെ 6 പേഴ്സണാലിറ്റി ടൈപ്സ് ആണ്. ഒന്ന് റിയലിസ്റ്റിക്, എന്താ ഹോളണ്ടിന്റെ ജോലി സിദ്ധാന്തമാണ്, തൊഴിൽ സിദ്ധാന്തമാണിത് വൊക്കേഷണൽ ചോയ്സ് എന്ന് പറയുന്നത്. 6 പേഴ്സണാലിറ്റി ടൈപ്സ് ആണ്. റിയലിസ്റ്റിക് ആയിരിക്കണം, എന്താ നമ്മൾ വളരെ റിയലിസ്റ്റിക് ഉള്ള പേഴ്സൺ ആയിരിക്കണം, കള്ളത്തരം കാണുന്ന ആളാവാൻ പാടില്ല. ഇൻവെസ്റ്റിഗേറ്റീവ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടുത്തുന്ന സ്വഭാവമുള്ള കൂട്ടത്തിലായിരിക്കണം. ആർട്ടിസ്റ്റിക്, അല്ലെ നമ്മൾ കലാപരമായ എന്തെങ്കിലും ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. സോഷ്യൽ, സമൂഹവുമായിട്ട് ഇടപഴകാൻ കഴിവുള്ളവരായിരിക്കണം. എന്റർപ്രൈസിംഗ്, ഒരു സംരംഭകയായിരിക്കണം, ഒരു ജോലി തുടങ്ങാൻ, ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയുന്ന ആളുകളായിരിക്കണം. ആൻഡ് കൺവെൻഷൻ, പരമ്പരാഗതമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പേര് പ്രശസ്തി, 4 സ്ഥലം, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അറിവുള്ളവരായിരിക്കണം എന്നാണ് ആരുടെ കഴിവിൽ പറയുന്നത്, നമ്മുടെ ഹോളണ്ടിന്റെ തിയറിയിൽ വന്ന വൊക്കേഷണൽ ചോയ്സ്, ജോലിക്ക് വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് 6 പേഴ്സണൽ ടൈപ്സ് ആണ്. റിയലിസ്റ്റിക് ആയിരിക്കണം, ഇൻവെസ്റ്റിഗേറ്റീവ്, ആർട്ടിസ്റ്റിക്, സോഷ്യൽ, എന്റർപ്രൈസിംഗ് ആൻഡ് കൺവെൻഷണൽ. ഓക്കെ, ഇനി കരിയർ ഓറിയന്റേഷൻസ് 2 ഉള്ളത് ഇവിടെ. പ്രോട്ടീൻ കരിയറും ഒന്ന് ഇപ്പുറത്താണ് കൺവെൻഷണൽ കരിയർ. 2 കരിയർ ആണുള്ളത്. പ്രോട്ടീൻ കരിയർ എന്താ, സെൽഫ് ഡിറക്റ്റഡ്, വാല്യൂ ഡ്രിവൺ, സൈക്കോളജിക്കൽ സക്സസ്, അല്ലെ? നമ്മള് വളരെ വ്യക്തിഗത മൂല്യങ്ങൾ, നമ്മുടെ സ്വയം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിഗത മൂല്യങ്ങൾക്ക് നല്ല രീതിക്കുള്ള അടിസ്ഥാനമാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് പ്രോട്ടീൻ കരിയർ എന്ന് പറയാം. ആൻഡ് സൈക്കോളജിക്കൽ സക്സസ്, അല്ലെ? നമ്മൾ ഭയങ്കര സൈക്കോളജിക്കലി നമ്മൾ വിജയിക്കുന്ന കുറേ കാര്യങ്ങൾ, നമ്മളിങ്ങനെ മുൻകൂട്ടി കണ്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് പ്രോട്ടീൻ കരിയറിൽ വരുന്നത്. ആൻഡ് കോൺവെൻഷണൽ കരിയർ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ, സാലറി, സ്റ്റാറ്റസ്, ഓർഗനൈസേഷൻ റിവാർഡ്, അല്ലെ? പരമ്പരാഗതമായിട്ടുള്ള കരിയറാണ്. ദാറ്റ് മീൻസ് നമുക്ക് ശമ്പളം കുറേ ശമ്പളം കിട്ടുന്ന ഒരു ലോങ് ടേം ആയിട്ടുള്ള ജോലി ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ആ ജോലിയിൽ കിട്ടുന്ന പ്രൊമോഷൻ കാരണം നമുക്ക് ഉണ്ടാകുന്ന സ്റ്റാറ്റസ്, നമുക്ക് ഓർഗനൈസേഷൻ ഭാഗമായിട്ട് റിവാർഡ്സ് കിട്ടുക, അതെല്ലാമാണ് കൺവെൻഷണൽ കരിയറിൽ വരുന്ന കാര്യങ്ങൾ. സോ കരിയർ ഓറിയന്റേഷൻസിൽ 2 കാര്യങ്ങളാണ്. പ്രോട്ടീൻ കരിയർ വരുന്നുണ്ട്, കൺവെൻഷണൽ കരിയർ വരുന്നുണ്ട്. പ്രോട്ടീൻ കരിയറിൽ സെൽഫ് ഡിറക്റ്റഡ് ആയിരിക്കും, വാല്യൂ ഡ്രിവൺ ആയിരിക്കും, ആൻഡ് സൈക്കോളജിക്കൽ സക്സസ് ആയിരിക്കും. കൺവെൻഷണൽ കരിയറിൽ പ്രൊമോഷൻ, സാലറി, സ്റ്റാറ്റസ് ആൻഡ് ഓർഗനൈസേഷണൽ റിവാർഡ്സ്. നെക്സ്റ്റ് എന്താ, വർക്ക് പ്ലേസ് ഐഡന്റിറ്റി ആൻഡ് റിലേഷൻഷിപ്സ്, അല്ലേ? നമ്മളെ ജോലി സ്ഥലത്ത് നിന്ന് നമ്മൾ പരിചയപ്പെടുന്ന കുറച്ച് ബന്ധങ്ങളുണ്ട്, അതിൽ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ വ്യക്തിത്വങ്ങൾ വികസിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് അടുത്തതായിട്ട് പറയുന്നത്, വർക്ക് പ്ലേസ് ഐഡന്റിറ്റി ആൻഡ് റിലേഷൻഷിപ്സ്. വർക്ക് പ്ലേസ് ഷേപ്സ് ഐഡന്റിറ്റി ആൻഡ് സെൽഫ് കോൺസെപ്റ്റ്, അല്ലേ? വർക്ക് പ്ലേസിൽ നിന്നും, നമ്മുടെ ജോലി സ്ഥലത്ത് നിന്നും നമുക്ക് പലതരത്തിലുള്ള ആളുകളെ കാണുമ്പോൾ, ഇടപഴകുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലേ? ആൻഡ് സെൽഫ് കൺസെപ്റ്റിൽ നമ്മൾ എന്താണ്, നമ്മളെ ഉദ്ദേശം എന്താണ്, നമ്മുടെ വ്യക്തിത്വം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, വർക്ക് പ്ലേസിൽ നിന്ന്, നമ്മുടെ തൊഴിൽ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൊവൈഡ്സ് ബിലോങ്ങിങ്നെസ്, അല്ലേ? അംഗീകാരബോധം ലഭിക്കും. ദാറ്റ് മീൻസ് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ 4 ആൾ നമ്മൾ അംഗീകരിക്കുമ്പോൾ ദാറ്റ്സ് ഗുഡ്, നന്നായി ചെയ്തു എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരാളുകളിൽ ഇടപഴകുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളാൽ നമ്മൾ ആളുകൾ അംഗീകരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുക 4 ആളുകൾ കൂടുന്നിടത്തായിരിക്കും. സോ വർക്ക് പ്ലേസിൽ നിന്ന് നമുക്കൊരു ബിലോങ്ങിങ്നെസ് ആയിട്ടുള്ള സംഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഗുഡ് റിലേഷൻഷിപ്സ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, അല്ലെ? അതുപോലെ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും.
നമുക്ക് നല്ല ആളുകളുമായിട്ടുള്ള നമ്മൾ നല്ല ആളുകളുമായുള്ള സമ്പർക്കം അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള റിലേഷൻഷിപ്സിലുള്ള പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ആവും, കൂടുതലായിരിക്കും, നല്ല നല്ല ബന്ധങ്ങൾ വർദ്ധിക്കാൻ അത് കാരണമാകുമെന്നും പറയുന്നുണ്ട്. സോ വർക്ക് പ്ലേസ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, വർക്ക് പ്ലേസ് ഐഡൻറ്റിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെൽഫ് കൺസെപ്റ്റിനെ ഷേപ്പ് ചെയ്യുന്നതിൽ, നമ്മുടെ ഐഡൻറ്റിറ്റിയെ ഷേപ്പ് ചെയ്യുന്നതിൽ വർക്ക് പ്ലേസ് സഹായിക്കുന്നുണ്ട്. പ്രൊവൈഡ്സ് ബിലോങ്ങിങ്നെസ്, അല്ലെ പലതരത്തിലുള്ള അംഗീകാരങ്ങൾ നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഗുഡ് റിലേഷൻഷിപ്സ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, നല്ല നല്ല റിലേഷൻഷിപ്സ് നമ്മളിൽ ഉൽപാദനശേഷിയെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് പിയേഴ്സ്, അല്ലെ കൂട്ടുകെട്ട്. എന്താ പിയേഴ്സ് ആർ പീപ്പിൾ ഓഫ് സെയിം ഏജ് ആൻഡ് സ്റ്റാറ്റസ്. സെയിം ഏജിലുള്ള ഒരേ പ്രായക്കാരായ ഒരേ സ്റ്റാറ്റസിലുള്ള ആളുകളൊക്കെയാണ് നമ്മൾ പിയേഴ്സ് എന്ന് പറയുക. സമപ്രായക്കാരായ ആളുകളെയാണ് പിയേഴ്സ് എന്ന് പറയുക, കൂട്ടുകെട്ട് എന്ന് പറയുക, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം. പിയർ ഇൻഫ്ലുവൻസ് ഇൻക്രീസ് ഇൻ അഡോളസൻസ്, അല്ലെ അഡോളസൻ്റ് ഏജിലാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ഏജിലാണല്ലോ കൂട്ടുകെട്ടിൻ്റെ ആ ഒരു കൂടുതലുള്ളൊരു സമയം എന്ന് പറയുന്നത് ആ ഒരു അഡോളസൻ്റ് ഏജിലായിരിക്കും. പിയർ ഗ്രൂപ്പ്സ് എഫക്ട് ബിഹേവിയർ, വാല്യൂസ് ആൻഡ് ഐഡൻറ്റിറ്റി, അല്ലേ പിയർ ഗ്രൂപ്പ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളെ സ്വഭാവത്തെ എഫക്ട് ചെയ്യുന്നുണ്ട്, മൂല്യങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിറ്റി, അയാളുടെ സ്വഭാവം എന്താണ്, അയാളുടെ എന്ത് വ്യക്തിത്വം എന്താണ്, ഇതിലെല്ലാം തിരിച്ചറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിലെല്ലാം ഒരു രൂപം കൊള്ളാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ പിയേഴ്സ് കൂട്ടുകെട്ട് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. സോ പിയേഴ്സ് ആർ പീപ്പിൾ ഓഫ് സെയിം ഏജ് ഓർ സ്റ്റാറ്റസ്, ഒരേ പ്രായമുള്ള സമപ്രായക്കാരായ ആളുകളെയാണ് നമ്മൾ പിയേഴ്സ് എന്ന് പറയാം. പിയർ ഇൻഫ്ലുവൻസ് ഇൻക്രീസ് ഇൻ അഡോളസൻസിലെ അഡോളസൻ്റ് ഏജിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പിയേഴ്സ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫ്രണ്ട്ഷിപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിയർ ഗ്രൂപ്പ്സ് എഫക്ട് ബിഹേവിയർ, വാല്യൂസ് ആൻഡ് ഐഡൻറ്റിറ്റി, നമ്മുടെ പെരുമാറ്റത്തെയും നമ്മുടെ മൂല്യങ്ങളെയും എല്ലാം രൂപം കൊള്ളുന്നതിൽ പിയേഴ്സിന്, കൂട്ടുകെട്ടിന് വലിയൊരു റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സോഷ്യലൈസിങ് മെക്കാനിസംസ് ഓഫ് പിയർ ഗ്രൂപ്പ്, അല്ലേ സൊസൈറ്റിയുമായിട്ട് ഈ ഒരു കൂട്ടുകെട്ടിന് നമ്മൾ ആ ഒരു ബന്ധം എന്താന്ന് നോക്കാം. ഒന്ന് റെയിൻഫോഴ്സ്മെൻറ്റ്, അല്ലെ റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്രൂവൽ അല്ലെങ്കിൽ റിജക്ഷൻ. ആ ഒരു സ്വഭാവത്തിലുള്ള അഡോളസൻ്റ് ഏജിലുള്ള ആളുകളെ മെയിൻ പ്രത്യേകതയാണ് എന്ത് പറഞ്ഞാലും റിജക്റ്റ് ചെയ്യുക, അല്ലേ അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മളിങ്ങനെ ഒരാൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവാതെ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യം പറഞ്ഞാൽ അത് അപ്രൂവ് ചെയ്യുകയും വേണ്ടത് പറയുമ്പോൾ റിജക്റ്റ് ചെയ്യുന്ന ഒരു റെയിൻഫോഴ്സ്മെൻറ്റ് ക്യാരക്ടർ പൊതുവേ നമ്മൾ പിയേഴ്സിൽ അഡോളസൻ്റ് ഏജിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. ആൻഡ് മോഡലിംഗ്, അല്ലെ ഇമിറ്റേറ്റിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതും ആ ഒരു പിയർ ഗ്രൂപ്പ് കാറ്റഗറിയിൽ വരുന്നൊരു സംഭവമാണ്. ആൻഡ് പണിഷ്മെൻറ്റ്, അല്ലെ ടീസിങ്, എക്സ്ക്ലൂഷൻ, നമ്മൾ എത്ര പണിഷ് ചെയ്താലും ഒരു നാണം കിട്ടലും കളിയാക്കിയാലും പരിഹസിച്ചാലും അതൊന്നും അവർക്ക് എന്താ നെവർ മൈൻഡുള്ള ആ ഒരു സംഭവമാണ്. ആൻഡ് അപ്രൻറ്റിസൈഷിപ്പ്, അല്ലേ അപ്രൻറ്റിസിപ്പ്. സോ എന്താ റെയിൻഫോഴ്സ്മെൻറ്റ്, മോഡലിംഗ്, പണിഷ്മെൻറ്റ്, മൂന്നെണ്ണമാണ്. റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്രൂവൽ അല്ലെങ്കിൽ റിജക്ഷൻ, മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റിംഗ് അതേഴ്സ്, പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടീസിങ്, എക്സ്ക്ലൂഷൻ, കളിയാക്കൽ എന്നൊരു വിഷയമില്ലാത്തൊരു കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പിയർ ഡൈനാമിക്സ്. എങ്ങനെയാണ് പിയർ ഡൈനാമിക്സ്? അക്സെപ്റ്റൻസ് ബിൽഡ്സ് സെൽഫ് എസ്റ്റീം, അല്ലെ എന്ത് കാര്യം പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളിൽ എന്ത് വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്, കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് റിജക്ഷൻ കോസസ് ഇമോഷണൽ ഡിസ്ട്രെസ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളത് ഒഴിവാക്കുകയാണെങ്കിൽ അത് നമുക്ക് പലതരത്തിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാമെന്ന് പറയുന്നുണ്ട്. ആൻഡ് പിയേഴ്സ് ഇൻഫ്ലുവൻസ് ഡിസിഷൻ ഓൺ ഡ്രസ്, ഡേറ്റിംഗ്, ലേഷ്യർ, അല്ലേ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഡ്രസ്സിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂട്ടുകെട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ലേഷ്യർ ടൈം നല്ല നേരങ്ങൾ ചിലവഴിക്കുന്നതായിക്കോട്ടെ, ഇതെല്ലാം ഈ ഒരു പിയേഴ്സ് കൂട്ടുകെട്ടിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ നല്ലതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ആ ഒരു ഏജിലുള്ള കൂട്ടുകെട്ട് നല്ല ഇമ്പോർട്ടൻസ് ആയിരിക്കും അഡോളസൻ്റ് ഏജിലുള്ള. ഇപ്പോൾ ഒരു ഡ്രസ്സ് ഒരുമിച്ച് ചൂസ് ചെയ്തിടുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഒക്കെയ്ക്ക് അവരെന്തായിരിക്കും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അവർ കോപ്പി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കും എന്നാണ് പറയുന്നത്. സോ പിയർ ഡൈനാമിക്സ് അക്സെപ്റ്റൻസ് ബിൽഡ് സെൽഫ് എസ്റ്റീംസ്, അല്ലെ അംഗീകാരം, നമ്മൾ അവരെ അംഗീകരിക്കുകയാണെങ്കിൽ അത് അവരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ കാരണമാകും. റിജക്ഷൻ കോസസ് ഇമോഷണൽ ഡിസ്ട്രെസ്, അല്ലെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ അവരെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ, മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള കാരണങ്ങളാവും. ആൻഡ് പിയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള ഡിസിഷൻസ്, ഡ്രസ്സിലുള്ള ഡിസിഷൻ ആയിക്കോട്ടെ, ഡേറ്റിംഗ് ആയിക്കോട്ടെ, ലേഷ്യർ ആയിക്കോട്ടെ, ഇതിലെല്ലാം നല്ല തോതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്താ
സിഗ്നിഫിക്കൻസ് ഓഫ് പിയേഴ്സ് ടു സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെ. സോഷ്യൽ ഡെവലപ്മെന്റിലുള്ള പിയേഴ്സിന്റെ സിഗ്നിഫിക്കൻസ് എങ്ങനെയൊക്കെയാ? ഡെവലപ്പ് സോഷ്യൽ കോമ്പീറ്റൻസ്, സാമൂഹിക കഴിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വികസിപ്പിക്കുന്നുണ്ട്. സൊസൈറ്റിയുമായിട്ട് അവർ ഇടപഴകുമ്പോൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കഴിവുകൾ, എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം, അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് എങ്ങനെ ഇടപഴകണം എന്നുള്ള തോതിൽ ഒരുപാട് കഴിവുകൾ വർദ്ധിക്കാൻ അത് റീസൺ ആവുന്നുണ്ട്. ഹെൽപ്സ് ഇൻ ഐഡൻറ്റിറ്റി ക്ലാരിഫിക്കേഷൻ അല്ലേ. അവരുടെ ഐഡൻറ്റിറ്റി ഏതാണെന്നുള്ളത് പൂർണ്ണമായി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടി, എല്ലാ സംശയം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് സമൂഹപരമായിട്ട് സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, മറ്റു ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അത്തരം കാര്യങ്ങൾ നമുക്കൊരു മാറ്റം വരാനും സഹായകമാകുന്നുണ്ട്. എൻകറേജസ് ഇൻഡിപെൻഡൻസ് ഫ്രം പാരൻസ് അല്ലേ. നമ്മളെ മാതാപിതാക്കളിൽ നിന്നും ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് സ്വതന്ത്രരുള്ളവരായിട്ട് നടക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാരണമാവുന്നുണ്ട്. നമ്മൾ അല്ലെങ്കിൽ നമ്മളെ പാരൻസിന് മാത്രം കീഴിലാവുമ്പോൾ ഒരു രോഗം മാത്രമേ കാണുള്ളൂ. അതിനാണ് പറഞ്ഞയച്ച് നമ്മൾ സൊസൈറ്റിയിൽ ഇടപഴകുമ്പോൾ മറ്റാളുകളെ കാണുമ്പോൾ, പല സ്വഭാവത്തിലെ ആളുകളെ കാണുമ്പോൾ, പല ടൈപ്പ് ഓഫ് പീപ്പിൾസിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിലും ഒരുപാട് മാറ്റങ്ങൾ വരുമെന്നാണ് പറയുന്നത്. സോ ഡെവലപ്പ് സോഷ്യൽ കോമ്പീറ്റൻസ്, ഹെൽപ്സ് ഇൻ ഐഡൻറ്റിറ്റി ക്ലാരിഫിക്കേഷൻ, എൻകറേജസ് ഇൻഡിപെൻഡൻസ് ഫ്രം പാരൻസ്. നെക്സ്റ്റ് എന്താ? സോഷ്യൽ കോമ്പീറ്റൻസ് അല്ലെ. സോഷ്യൽ കോമ്പീറ്റൻസ് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് ഇമോഷൻസ്, മറ്റുള്ളവരുടെ ഇമോഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. നമ്മൾ സൊസൈറ്റിയുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് ഓരോ ആളുകളുടെ ഇമോഷൻസ് ആയാലും, വിഷമങ്ങളായാലും, സന്തോഷങ്ങളായാലും, സങ്കടങ്ങൾ, എവറിത്തിങ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കും. അപ്രോപ്രിയേറ്റ് സോഷ്യൽ റെസ്പോൺസ് അല്ലേ. ശരിയായിട്ട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലും നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവെയർനെസ് ഓഫ് കോൺസിക്വൻസസ് ഓഫ് ആക്ഷൻസ് അല്ലേ. നമ്മൾ പ്രവർത്തന ഫലങ്ങളെ കുറിച്ചൊരു ബോധമുണ്ടാവും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നല്ലപോലെ വ്യക്തമായ ധാരണ വെച്ചിട്ടാവും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. അതൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും കണ്ട് കേക്ക് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ നമുക്ക് അത്തരം കാര്യങ്ങളും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് സോഷ്യൽ കോമ്പീറ്റൻസിൽ വരുന്നത്? അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് ഇമോഷൻസ്, അപ്രോപ്രിയേറ്റ് സോഷ്യൽ റെസ്പോൺസസ്, അവെയർനെസ് ഓഫ് കോൺസിക്വൻസ് ഓഫ് ആക്ഷൻസ്. നെക്സ്റ്റ് ക്രോസ് സെക്സ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ. ക്യാൻ ബോയ്സ് ആൻഡ് ഗേൾസ് ബി ഫ്രണ്ട്സ് അല്ലെ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫ്രണ്ട്സ് ആയിക്കൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിന്? ഇല്ലല്ലേ. നോക്കി വെക്കാം. ബേസ്ഡ് ഓൺ ട്രസ്റ്റ്, ഇമോഷണൽ സപ്പോർട്ട്. നമുക്കൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മളിൽ കേട്ടോ, മറ്റുള്ളവരല്ല, നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ദ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഈസ് ബോയ്സ് ആൻഡ് ഗേൾസ്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അടിപൊളി എന്ന് പറയുന്നത്. ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് റൊമാൻറ്റിക് ഇൻവോൾവ്മെന്റ് അല്ലെ. ഫ്രണ്ട്ഷിപ്പ് ആവാം, പക്ഷെ അതിൽ എന്ത് പാടില്ല? റൊമാൻറ്റിക് ഇൻവോൾവ്മെന്റ് പാടില്ല. ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് തന്നെ ആയിരിക്കണം. ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ഓപ്പോസിറ്റ് ജെൻഡർ അല്ലേ. അങ്ങനെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളെയും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ അത് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മറ്റേത് നമുക്ക് ഗേൾസിനോട് മാത്രം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഓരെ കുറിച്ച് മാത്രമല്ലേ അറിയുള്ളൂ, ബോയ്സിനോട് മാത്രമേ അവരെ കുറിച്ചല്ലേ ഉള്ളൂ. സോ രണ്ട് ജെൻഡേഴ്സ് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആവാൻ നമുക്ക് രണ്ട് ജെൻഡറിനെ കുറിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യമാകുന്നു എന്നും പറയുന്നുണ്ട്. സോ നമുക്ക് നല്ലതാണ് ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയാണെങ്കിൽ. ബേസ്ഡ് ഓൺ ട്രസ്റ്റ്, ഇമോഷണൽ സപ്പോർട്ട്, ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് റൊമാൻറ്റിക് ഇൻവോൾവ്മെന്റ്, ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ഓപ്പോസിറ്റ് ജെൻഡർ. ഓക്കെ. നെക്സ്റ്റ് ട്രാൻസിഷൻ ടു അഡൽട്ട്ഹുഡ് അല്ലേ. ആ ഒരു കുഞ്ഞു കുട്ടിയിൽ നിന്നും അഡൽട്ട്ഹുഡിലേക്കുള്ള മാറ്റം എന്തെല്ലാമാണ്? മാർക്ക്ഡ് ബൈ ഇൻഡിപെൻഡൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ അഡൽട്ട്ഹുഡ് ആകുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി മാറാണ്. ആൻഡ് റെസ്പോൺസിബിലിറ്റി, നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുകയാണ് അല്ലേ. അതുവരെ നമ്മളോട് ചിലപ്പോൾ വല്ല 1 കിലോ പഞ്ചസാര പൈസ എന്നിട്ട് വാങ്ങാനേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റെസ്പോൺസിബിലിറ്റി കൂടി കഴിഞ്ഞാൽ മേടിക്കാൻ എല്ലാ സാധനങ്ങളും സ്വന്തം പൈസയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും? വാങ്ങേണ്ടി വരും. സോ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടാണ് അഡൽട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ. ഇൻ ഇന്ത്യ അഡൽട്ട്ഹുഡ് ലിങ്ക്ഡ് വിത്ത് ഫാമിലി റെസ്പോൺസിബിലിറ്റി അല്ലേ. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഫാമിലിയുമാണ് കണക്ഷൻ ഉണ്ട് അല്ലേ. ഫാമിലിയിൽ പറയുമല്ലോ, നമുക്ക് വലിയ ഉച്ചക്കനാ ഇനി ഇവിടുത്തെ കാലത്ത് ഈ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇന്ത്യയിലൊക്കെ അങ്ങനത്തെ ഒരു ഫാമിലിയുമായുള്ളൊരു കണക്ഷനും കൂടെ എന്തുണ്ട്? അഡൽട്ട്ഹുഡിന് വരുന്നുണ്ട്. ലിവിങ് സെപ്പറേറ്റ്ലി ഈസ് നോട്ട് മാൻഡറ്ററി അല്ലേ.
എന്താ വേറെ നിന്നിട്ട് താമസിക്കണം എന്നൊരു നിർബന്ധമുള്ള കാര്യമല്ല. അഡൾട്ട്ഹുഡ് ആയിട്ട് വലിയ ചെക്കനായി ഒറ്റയ്ക്ക് താമസിക്കണം ഒരു നിർബന്ധമില്ല. നമുക്ക് കൂട്ടുകുടുംബത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജീവിക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ എന്തായിരിക്കണം, ക്ലിയർ ആയിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കണം. സോ മാർക്ക്ഡ് ബൈ ഇൻഡിപെൻഡൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. In India, adulthood linked with the family responsibility, living separately is not mandatory. Okay, so ഈ എഡ്യൂക്കേഷൻ പിയർ ആൻഡ് കരിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ സമപ്പ് ചെയ്ത് പറയുമ്പോൾ, അവസാനിപ്പിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, എഡ്യൂക്കേഷൻ, വർക്ക് ആൻഡ് പിയേഴ്സ് ഷേപ്പ് യൂത്ത് ഐഡന്റിറ്റി. എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, പിയേഴ്സ് ആയിക്കോട്ടെ, കൂട്ടുകെട്ടായിക്കോട്ടെ, അത് യൂത്ത് ഐഡന്റിറ്റിയെ ഷേപ്പ് ചെയ്യുന്നതിൽ സഹായിക്കുന്നുണ്ട്. കരിയർ ചോയ്സസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലേ. നമ്മുടെ കരിയർ ചോയ്സ് നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണം എന്നതിൽ ഭൂരിഭാഗവും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സമൂഹത്തിൽ നിന്നുമാണ്, സൊസൈറ്റിയിൽ നിന്നുമാണ്. പിയർ റിലേഷൻസ് ആർ ക്രൂഷ്യൽ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ്. കൂട്ടുകെട്ട് വേണം, അല്ല പിയർ റിലേഷൻഷിപ്പ് നല്ലതാണ്. അത് മുഖാന്തരം നമുക്ക് സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും സാധ്യമാകുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു യൂണിറ്റ് എഡ്യൂക്കേഷൻ, കരിയർ ആൻഡ് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ, ഒരു യൂണിറ്റ് എൻഡ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ.